എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. സാധാരണ വെണ്ടയ്ക്ക വെച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, വെണ്ടയ്ക്ക വെച്ചിട്ട് കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. മെഴുക്ക് പുരട്ടിയേക്കാളും കൂടുതൽ ടേസ്റ്റ് തോരനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ആദ്യം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് മെഴുക്ക് പുരട്ടിക്ക് അരിയുന്ന പോലെ തന്നെ അരിയണം. പിന്നെ വേണ്ടത് സവാള, പച്ചമുളക്, തേങ്ങ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ ആദ്യം ഇതൊന്ന് അരിഞ്ഞിട്ട് വരാം. വെണ്ടയ്ക്കയെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഈ ഒരു കനത്തിൽ അരിയുക, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വേണം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒന്ന് കടുക് വറുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരല്പം ജീരകം കൂടി ചേർക്കാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വെണ്ടയ്ക്ക ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വഴറ്റിയെടുക്കണം. ഇത് അടച്ച് വയ്ക്കണ്ട, അടയ്ക്കാതെ തന്നെ ചെയ്തെടുക്കുക. ഇത് അടച്ച് വയ്ക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയ്ക്ക് ഒരു ചെറിയൊരു കൊഴുപ്പുണ്ടല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പിടിക്കും. അതല്ലാതെ ചെയ്താൽ മതി. ഇടയ്ക്കുന്ന തീ കൂട്ടിയിട്ടിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ അടുത്ത് തന്നെ നിൽക്കുവാണെങ്കിൽ തീ കൂട്ടിയിട്ടിട്ട് ഇളക്കാം. അടുത്തില്ലെങ്കിൽ മാത്രം കുറച്ച് വെച്ചാൽ മതി. കണ്ടില്ലേ, ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുറന്ന് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിങ്ങനെ പൊട്ടിപ്പിടിക്കാത്തത്. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് തേങ്ങ. ഇത്രയും തേങ്ങയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ട് ഇതുവരെ നമ്മൾ അടച്ചു വെച്ചിട്ടില്ല. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് തേങ്ങ ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തയ്യാറാക്കിയാൽ ഇത് മാത്രം മതി കേട്ടോ ചോറിന്. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം.
നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് തമ്മിൽ ഒട്ടുന്നതോ വഴുവഴുപ്പോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ രുചികരമായ വെണ്ടയ്ക്ക തോരൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.